പഠിക്കുക എല്ലായിടത്തുനിന്നും പഠിക്കുക എന്നുള്ളതല്ല. പഠിപ്പിക്കുന്ന വ്യക്തികൾ ആ നിലയിൽ യോഗ്യരാണോ, ഒരു പിൻപറ്റാൻ കഴിയുന്ന സ്വഭാവ മേന്മകളുള്ള ഒരാളാണോ എന്നതും കൂടെ പ്രധാനമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ യോഗ്യനായ ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ് അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളെ ഞാൻ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യാൻ വിചാരിക്കുന്നു. അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് കിട്ടിയ ശരിയായ ദിശാബോധം എനിക്കും കൂടെ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, അറിവില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അറിവ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ചുകൂടെ ഒന്ന് പഠിക്കാനുണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു കളയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ അധ്യാപകൻ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങ് മനസ്സിലേക്ക് കയറണമെന്നില്ല. ഒരു വിമർശന ബുദ്ധിയൊക്കെ ഉണ്ടാവും. ആ പറയുന്ന അത്ര ശരിയാണോ, ഒന്നും കൂടെ എനിക്കൊന്ന് ക്ലിയർ ആക്കാനുണ്ട് എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും ആ വിദ്യാർത്ഥി അത് കേൾക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവ് എന്നെ പഠിപ്പിക്കുന്ന വ്യക്തിക്കുണ്ട് എന്ന് ഒരു അംഗീകാരം ആ വ്യക്തിക്ക് കൊടുത്തതിന് ശേഷം പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്തൊക്കെ ഒരു അവ്യക്തതയും അപൂർണതയും ഉണ്ട് എന്ന ഒരു ധാരണയിലായിരിക്കും വിദ്യാർത്ഥി പഠിക്കുന്നത്. ആ ധാരണ അറിവ് പൂർണ്ണമായ അർത്ഥത്തിൽ നേടുന്നതിന് പലപ്പോഴും തടസ്സമായി മാറും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഏതൊരു അധ്യാപകനാണെങ്കിലും, എത്ര സമർത്ഥനായ അധ്യാപകനാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അയാൾക്ക് അറിയാവുന്ന എല്ലാം തൻ്റെ വിദ്യാർത്ഥിക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല. എത്ര നല്ല അധ്യാപകനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യം പഠിക്കാനാണ് ഞാൻ വന്നത്, കുറച്ച് കാര്യം പഠിക്കാനാണ് വന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അറിവ് പല രീതിയിലാണ്, പലരുടെ കയ്യിൽ പല അറിവാണുള്ളത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതൊരു പൂർണ്ണത, ഒരു അറിവ് പൂർണ്ണത പ്രാപിക്കുന്നത്. ഒരു വ്യക്തിയിൽ തന്നെ അത് പൂർണ്ണത പ്രാപിച്ചോളണമെന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിക്ക് തൻ്റെ ശിഷ്യന്മാരിലേക്ക് എല്ലാ അറിവും പകർന്നു കൊടുക്കാൻ കഴിയണമെന്നില്ല. എത്ര യോഗ്യരായ അധ്യാപകരാണെങ്കിലും അവർക്കറിയാവുന്ന കുറച്ചൊക്കെ ഇവരുടെ നിരന്തരമായ അധ്വാനം കൊണ്ടും അടുത്ത ആളിലേക്ക് പകരാൻ കഴിയുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു അറിവ് പഠിക്കുന്ന ആളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ ബാക്കിയുണ്ടാവും. അയാളുടെ കയ്യിലുള്ള എല്ലാം ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കാനും മാത്രം അങ്ങനെ ഒരു സമ്പൂർണമായ പഠനം അറിവിൻ്റെ കാര്യത്തിൽ മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ആരോടാണോ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അത് വളരെ പ്രാഥമികമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ചുള്ളൊരു ഗ്രാഹ്യമുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. അറിയാമായിരിക്കും അദ്ദേഹത്തിന്, ചോദിച്ചു നോക്കാം, അങ്ങനെയല്ല. ആ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഗ്രാഹ്യമുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോഴാണ് നമ്മളൊരു വ്യക്തിയോട് ഒരു വിഷയം ചോദിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യവും എല്ലാവരോടും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം അറിയുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുകയും ആ വിഷയം അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുക. അടുത്തൊരു വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുണ്ടാവും, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അറിവ് ശരിക്കും തിരിച്ചറിവാണ്. അത് കുറേ പുസ്തകങ്ങളും കുറേ അക്ഷരങ്ങളുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് തിരിച്ചറിവാണ്. ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും എല്ലാം ഉള്ള തിരിച്ചറിവാണ്. ആ നിലയിൽ മനുഷ്യനെ നേരായ വഴിയിലേക്ക് നടത്താൻ എന്താണോ ഉതകുന്നത് അതാണ് ശരിയായ അറിവ് എന്നുള്ളത്. ഇസ്ലാം അറിവിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ പഠിക്കുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച ഒരു ദർശനം ഇസ്ലാം മാത്രമേ കാണൂ. മനുഷ്യൻ അറിവ് പഠിക്കുന്നുണ്ട്. എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു തൊഴിൽ കിട്ടണം, അതിലൂടെ നല്ലൊരു
വരുമാന മാർഗം ഉണ്ടാകണം. എന്തിനാണ് വരുമാന മാർഗം എന്ന് ചോദിച്ചാൽ അങ്ങനെ അതങ്ങനെ അങ്ങോട്ട് അത് അനന്തമായി അവസാനിക്കാതെ പോകുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, അനന്തമായ ഉത്തരവും പറയാൻ പറ്റും. എന്നാൽ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ എന്തിനാണ് അറിവ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ടാണ് പഠിക്കുന്നത്. ഒറ്റ വാക്കിൽ തന്നെ എൻ്റെ ഉത്തരം പൂർണ്ണമായി കഴിഞ്ഞു. അറിവ് ജോലിക്ക് വേണ്ടിയാണ്, ശമ്പളത്തിന് വേണ്ടിയാണ്, ശമ്പളം കൊണ്ട് എന്തിനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അനന്തമായി പോകുന്നൊരു ചോദ്യം അവിടെ ഇല്ല. ഇത് മഹത്തായ ഒരു പുണ്യകർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അറിവ് പഠിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അറിവ് ഒരു വ്യക്തിയെ യോഗ്യനാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്ന ഒരടിസ്ഥാന ഘടകം എന്ന നിലയിലും കൂടെയാണ് അറിവ് പഠിക്കുന്നത്. അപ്പോൾ ഇസ്ലാമികമായൊരു കാഴ്ചപ്പാട് അറിവ് പഠിക്കുന്നത് പുണ്യമാണ്, പഠിപ്പിക്കുന്നത് പുണ്യമാണ്. പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പുണ്യമാണ്. ഏതെല്ലാം നിലയിൽ അറിവ് നിലനിൽക്കാനും വളരാനും ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം പുണ്യമാണ് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മൾ അറിവിനെ കാണാൻ തയ്യാറാകണം. അങ്ങനെ ആണെങ്കിൽ നമസ്കാരം നിർവഹിക്കുന്നത് പോലെ ഒരു പുണ്യമായ കാര്യമാണ് ഒരു വിഷയം, നമുക്കറിയില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം ആയിക്കോട്ടെ, അത് പഠിക്കാൻ ശ്രമിക്കുന്നത് പുണ്യമാണ്. പഠിച്ചില്ല എങ്കിൽ പോലും ഇത് പുണ്യമാണ്. ആ സമയം അതിനുവേണ്ടി ചിലവഴിച്ച സമയം. ചില ആൾക്കാർ വർഷങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, ഹാഫിളാകാൻ വേണ്ടിയിട്ടൊക്കെ 4 വർഷം 5 വർഷം ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും ആ ലക്ഷ്യത്തിലേക്ക് അവരെത്താൻ കഴിയുന്നില്ല. പക്ഷേ അയാൾ ചെലവഴിച്ച ഭൗതികമായ നോട്ടത്തിൽ അയാൾ പരാജയപ്പെട്ടു, അയാളുടെ അധ്വാനത്തിൽ അയാൾ പരാജയപ്പെട്ടു എന്നാ പറയാം. പക്ഷെ ദീനിയായ നോട്ടത്തിൽ ഒരിക്കലും അയാൾ പരാജയപ്പെട്ടിട്ടില്ല. അയാൾ ചിലവാക്കിയ 4 കൊല്ലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായ കർമ്മമായി പരിഗണിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അയാൾ പഠിക്കുന്ന ഓരോരോ ദിവസത്തിലെ ഓരോരോ അക്ഷരങ്ങളും ഇബാദത്തുകളായി അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അറിവ് പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് സമയങ്ങൾ പാഴല്ല. ലക്ഷ്യം നേടിയാലും ഇല്ലെങ്കിലും അതൊരു പുണ്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടും. അത്രമേൽ അറിവിന് വലിയ മഹത്വവും പ്രാധാന്യവും വിശുദ്ധ ദീനുൽ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് പഠിക്കുന്ന വ്യക്തിയോടുണ്ടാകേണ്ടുന്ന വിനയത്തെക്കുറിച്ചാണ്. ഇത് ഇസ്ലാമിക സമൂഹം ഏറ്റവും നല്ല നിലയിൽ ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠമാണ്. അറിവ് പകർന്നു തരുന്നവൻ, ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞല്ലോ, എനിക്ക് ഒരറിവ് ആരെങ്കിലും പകർന്നു തന്നാൽ ഞാൻ അയാളുടെ അടിമയാണ്. എന്ന് വെച്ചാൽ അറിവ് അത്രത്തോളം മഹത്വമുള്ളതായതുകൊണ്ട് അത് തരുന്നവരെല്ലാം മഹാന്മാരാണ് എന്നൊരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിനുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഉസ്താദിൻ്റെ വീട് ഈ ഭാഗത്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ആ ഭാഗത്തേക്ക് കാല് നീട്ടി ഇവിടെ പോലും ഇരിക്കുമായിരുന്നില്ല. അങ്ങനെ വലിയ അദബ്, മര്യാദ അറിവ് പകർന്നു തരുന്ന വ്യക്തിയോട് ഈ സമൂഹം കാണിച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ ഭൗതികമായ നമ്മുടെ കലാലയങ്ങളിൽ ഏകദേശം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പഠനം പൂർത്തിയാക്കുന്ന ദിവസം പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന സൽക്കാരങ്ങളിലും പരിപാടികളിലുമൊക്കെ അധ്യാപകനിട്ട് പണി കൊടുത്തിട്ട് പോകുന്ന അവസ്ഥയിൽ ഇന്ന് നമ്മളുടെ ഭൗതികമായ കലാലയങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. അറിവ് ഏറ്റവും മഹത്വമുള്ളതാണ്, അറിവ് പകർന്നു കൊടുക്കുന്നവർ ഏറ്റവും മഹാന്മാരുമാണ് എന്നൊരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിനുണ്ട്. ഈ സംഭവത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണത്. അറിവ് പഠിപ്പിക്കുന്നവർ അവരാരാണെങ്കിലും
അവരെത്ര സാധാരണക്കാരാണെങ്കിലും അവർക്ക് അവരുടേതായ മഹത്വവും അംഗീകാരവുമുണ്ട്. ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി അറിവുള്ളവരെ സമീപിക്കുന്ന അല്ലെങ്കിൽ അറിവുള്ളവരോട് പെരുമാറുന്ന ഒരു രീതിയാണ് ഈ സമൂഹം അഥവാ ഇസ്ലാമിക സമൂഹം എക്കാലവും പുലർത്തിപ്പോന്നിട്ടുള്ളത്. അറിവിൻ്റെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ നിലവാരവും അങ്ങനെയായിരുന്നു. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട യൂനുസ് ബിൻ അബ്ദുൽ അല ഒരിക്കൽ ഇമാം ഷാഫിയുമായിട്ടൊരു വർത്തമാനത്തിൽ അല്പം അനിഷ്ടകരമായ വർത്തമാനം ഉണ്ടായി. അദ്ദേഹം ഇഷ്ടക്കേടോടുകൂടി ഇറങ്ങിപ്പോയി. വൈകുന്നേരം രാത്രിയായപ്പോൾ യൂനുസിൻ്റെ വീടിൻ്റെ വാതിലിൽ ഒരാൾ വന്ന് വിളിക്കുന്നുണ്ട്. ഇറങ്ങി നോക്കുമ്പോൾ ഇമാം ഷാഫിയാണ്. അദ്ദേഹം പറഞ്ഞു, യൂനുസെ, നമ്മൾ തമ്മിൽ എത്രയോ കാര്യങ്ങളിൽ യോജിപ്പുണ്ട്, ഒരു കാര്യത്തിലല്ലേ നമ്മൾ വിയോജിച്ചിട്ടുള്ളൂ. ആ ഒരൊറ്റ വിയോജിപ്പിൻ്റെ പേരിൽ നമ്മൾ പിണങ്ങല്ലല്ലോ വേണ്ടത്. അനേക കാര്യങ്ങളിൽ നമ്മൾ യോജിപ്പുള്ള സ്ഥിതിക്ക് ആ യോജിപ്പിൽ നമ്മൾ ഒന്നായി ഒറ്റ മനസ്സോടെ സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് അറിവ് പഠിക്കുന്ന ശിഷ്യൻ്റെ വീട്ടുപടിക്കൽ പോകാനും മാത്രം മഹത്വമുള്ളവരായിരുന്നു അറിവ് പഠിപ്പിച്ചിരുന്നവരും. ഇങ്ങനെ ഇതൊരു മഹത്തായ കർമ്മമാണ് അറിവ് പഠിക്കലും പഠിപ്പിക്കലും. ഈ രണ്ട് വിഭാഗവും ഏറ്റവും മഹത്തായ ഒരു വിഭാഗമാണ്, ഒരു സംഘമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദറിൻ്റെ അടുക്കലെത്തി. ചോദിച്ച ചോദ്യം ഇതാണ്, ഹൽ അത്തബിയുക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. അതിൻ്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഖാല, അപ്പോൾ ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ. നിനക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം പല വിഷയങ്ങളിൽ ഞാൻ ഇടപെടും. ഞാൻ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യം ആയിക്കൊള്ളണമെന്നില്ല. അവിടെ നീ വിയോജിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ നിനക്ക് പ്രയാസമായിരിക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിദർ അലൈഹിസ്സലാം പറയാണ്. അപ്പോൾ കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. കൈഫ തസ്ബിറു, നിനക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? മൂസാ നബിയോട് ചോദിക്കാം, കൈഫ തസ്ബിറു, നിനക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. ചില കാര്യങ്ങളിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയാത്തത്? ലം തുഹിത് ബിഹി ഇൽമ ഖുബ്റ. അതിനെ സംബന്ധിച്ച് നിനക്ക് കൃത്യമായ അറിവില്ല, വ്യക്തമായ അറിവ് നിനക്കില്ല. നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പം ഇതെന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് നീ എന്നോട് ചോദിക്കും. അത് നമ്മൾ തമ്മിൽ പിണങ്ങുന്നതിന് കാരണമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒത്തുപോകാനുള്ള സാധ്യത ഇല്ല എന്ന് തുടക്കത്തിലെ തന്നെ ഖിദർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറയുകയാണ്. കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ ബാഹ്യമായ അവസ്ഥ വെച്ചിട്ട് നീ എന്നെ എതിർക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ തമ്മിൽ ഇഷ്ടക്കേടിലാകും, നിനക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. ഖാല, ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിക്കാൻ വേണ്ടി പോയതാണ്. എങ്ങനെയെങ്കിലും പഠിക്കണം, അള്ളാഹു പറഞ്ഞയച്ചതാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സതജിദുനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അള്ളാഹുടെ വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സാബിറ, ഞാൻ ക്ഷമയോടുകൂടി നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. വലാ അസീലക അംറ, നിങ്ങളുടെ ഒരു കൽപ്പനയ്ക്ക് ഞാൻ എതിര് പ്രവർത്തിക്കുകയില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിച്ചുകൊണ്ട് ക്ഷമയോടെ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും. ഒരു വിദ്യാർത്ഥിക്കുണ്ടാകേണ്ടുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. അധ്യാപകൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, മനസ്സിലാക്കാൻ വിദ്യാർത്ഥി കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ ക്ഷമയോടുകൂടി അധ്യാപകൻ്റെ ഒപ്പം നിൽക്കുക എന്നത് അറിവ് ലഭിക്കാൻ ആവശ്യമായൊരു കാര്യമാണ്. ഖാല, അപ്പോൾ ഖിദർ അലൈഹിസ്സലാം പറഞ്ഞു, ഫൈനിത്തബഅതനി, നീ അഥവാ എൻ്റെ കൂടെ കൂടിയാൽ തന്നെ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ,
ഒന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പല കാര്യങ്ങളും ചെയ്യും. നമ്മളിനി ഒരുമിച്ച് യാത്ര തുടങ്ങാൻ പോവാണ്. ഈ യാത്രയിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യും. ഒന്നും എന്നോട് ചോദിക്കരുത്. ഫൈനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ, നീ ഒന്നും എന്നോട് ചോദിക്കാൻ പാടില്ല. ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ, അതിനെപ്പറ്റി ഞാൻ നിനക്ക് ഒരു വിശദീകരണം തരുന്നത് വരെ. പിന്നീട് ഞാൻ അതിൻ്റെ വിശദീകരണം തരും. ഓരോരോ സംഭവം കഴിയുമ്പോഴും അപ്പോൾ അതിൻ്റെ വിശദീകരണം കിട്ടണമെന്നില്ല. അതിൻ്റെ വിശദീകരണം ചിലപ്പോൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കാം. അതൊക്കെ പഠനത്തിൻ്റെ രീതികളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പുറകിൽ നിന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. മത്തസാ, എപ്പോഴാണ് ലോകത്തിൻ്റെ അവസാനം എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചോദ്യത്തെ ശ്രദ്ധിച്ചതേയില്ല. പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. സഹാബാക്കൾ പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഓരോരുത്തർ ഓരോ ആലോചനകൾ നടത്തി. നബി അത് കേൾക്കാത്തത് കൊണ്ടായിരിക്കുമോ മറുപടി പറയാത്തത്? അത് കേട്ടിട്ടതിനെ വിട്ടുകളഞ്ഞതായിരിക്കുമോ? എന്തായിരിക്കും നബി അതിന് മറുപടി പറയാതിരുന്നതിൻ്റെ കാരണം എന്ന് ഞങ്ങൾ പലരും പല രീതിയിൽ ചിന്തിച്ചു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പൂർത്തീകരിച്ചതിന് ശേഷം ചോദിച്ചു, ഐന സായിൽ, എവിടെ? നേരത്തെ ചോദിച്ച ആളെവിടെ? അപ്പം ചിലപ്പോൾ ചോദിച്ച ഉടനെ മറുപടി കിട്ടണമെന്നില്ല, താമസിക്കാം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഖിദ്ർ അലൈഹിസ്സലാം പറയുന്നത്, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും, അപ്പോൾ അതിൻ്റെ വിശദീകരണം തരില്ല, പിന്നെ ഒരുമിച്ച് വിശദീകരണം തരും. പക്ഷെ അതുവരെ നീ ക്ഷമിച്ചോളണം. ഖാല ഫൈനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ ഫൻതലഖാ. അങ്ങനെ രണ്ടുപേരും അറിവിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്, പഠനയാത്ര. അധ്യാപകനും ശിഷ്യനും കൂടെ യാത്ര ആരംഭിക്കുകയാണ്. ഹത്താ ഇദാ റകിബ ഫി സഫീനതി ഖറഖഹ, ഒരു കപ്പലിൽ രണ്ടാളും കൂടെ കയറി. കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ ഖിദ്ർ അലൈഹിസ്സലാം ഖറഖഹ, ആ കപ്പലിന് അതിൻ്റെ കുറച്ച് ഭാഗം ഇളക്കി പറിച്ചു കളഞ്ഞു. ഇതിലേക്ക് ഖറഖ എന്ന് പറഞ്ഞാൽ പിളർത്തി, അതിനെ കീറി, അല്ലെ? അഥവാ കപ്പലിൻ്റെ പലകയിൽ കുറച്ച് പറിച്ച് ഖിദ്ർ അലൈഹിസ്സലാം കളഞ്ഞു. ഖാല, മൂസാ നബിക്കുണ്ടോ ക്ഷമിക്കാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞാ നിനക്ക് ക്ഷമ കിട്ടുകയല്ല കേട്ടോ, എൻ്റെ കൂടെ വരരുതെന്ന് പറഞ്ഞാ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇതെന്ത് പണിയെടുക്കുന്നത്? മനുഷ്യന് കുറേ ആൾക്കാർ കപ്പലിൽ വെള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കപ്പലിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ അക്രമമാണ്. ഖാല ഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ, ഈ കപ്പലിലുള്ളവരെല്ലാം കൂടെ മുക്കി കൊല്ലാൻ പോവാ നീ. ഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജീത ശൈഅൻ ഇംറ, വളരെ ഗൗരവമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇതൊന്നും തമാശയായിട്ട് കാണരുത്. ഇത് ഇങ്ങനെ അങ്ങനെയല്ല തമാശ കളിക്കുന്നത്. നമ്മൾ സാറിന് പറയല്ലോ, ഇങ്ങനെയല്ല തമാശ കളിക്കുന്നത്. ലഖദ് ജീത ശൈഅൻ ഇംറ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. ഇത് നേരത്തെ ഖിദ്ർ പറഞ്ഞാണ്, നിനക്കെൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന്. ഖാല, അപ്പോൾ ഖിദ്ർ പറഞ്ഞു, അലം അഖുൽ ലക, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ മൂസ, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്ര, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കപ്പലിൽ കയറിയപ്പോൾ തന്നെ പ്രശ്നം തുടങ്ങി. അതാണ് ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്ര, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഖാല, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് ഒതുങ്ങി. ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നുപോയതിൻ്റെ പേരിൽ എനിക്കെതിരെ നടപടി എടുക്കരുത്. ഞാൻ മറന്നുപോയതാണ്. നമ്മൾ നേരത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ എന്താണ് ഇതുപോലുള്ള കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രകൃതം അങ്ങനെയാണ്. കുറച്ച് ശിദ്ദത്തുള്ള ആളാണ്, കുറച്ച് കടുത്ത പ്രകൃതക്കാരനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അറിയാമല്ലോ, സാധാരണ പല മുൻകാല വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്നവർ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാദൃശ്യപ്പെടുത്തുന്നത് മൂസാ നബിയോടാണ്, ഈസാ നബിയോടല്ല. ഈസാ നബിയാണ് തൊട്ട് മുമ്പത്തെ പ്രവാചകൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗത്യവും ഈസാ നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവും തമ്മിൽ
ചില സാദൃശ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെ മിസ്റിൽ ഫിർഔന്റെ അക്രമത്തിന് വിധേയരായി കഴിയുന്ന ബനു ഇസ്രായേലിനെയും രക്ഷിച്ച് ഫലസ്തീനിലേക്ക് കടക്കുക എന്നുള്ളതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജോലി. അതുകൊണ്ട് ബനു ഇസ്രായേലിന്റെ രക്ഷകൻ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. ഇപ്പം ഗൗരവമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. നല്ലൊരു സംഘാടകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര അനുസരണക്കേടുള്ള ആ സമൂഹത്തിൻ്റെയും അവരുടെ ഒപ്പം നിന്ന് അവരെ ഒപ്പം നിർത്തി അവരെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിന്റെ രക്ഷകൻ എന്ന രീതിയിൽ അടുത്ത നാട്ടിലേക്ക് കടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലൊരു സമൂഹത്തിലാണ് വന്നത്. പീഡനം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചതോടുകൂടി ആ സമൂഹം പീഡനം അനുഭവിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത് പീഡനം അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലും അതേ സമാനത നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരാൾക്ക് പിടിച്ച് തല്ലും കൊടുക്കുന്നുണ്ട്, അങ്ങനെ ആൾ മരിച്ചും പോകുന്നുണ്ട്. എല്ലാം ഖുർആൻ പറയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ ഒരു പ്രകൃതമാണ്. എന്ന് വെച്ചാൽ ഒരു നേതാവിന് വേണ്ടുന്ന നേതൃപാഠവും നേതൃഗുണവുമെല്ലാമുള്ള, അത്യാവശ്യ സമയത്ത് ഉറച്ച നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ കഴിയുന്ന പ്രവാചകന്മാരാണ് മൂസാ നബിയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. അത് അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന മേഖലകളുടെ ഒരു സമാനത സാന്ദർഭികമായി പറഞ്ഞാണ്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രകൃതം അതാണ്. കാര്യങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ പ്രതികരിച്ചുള്ള ഒരു ശീലമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. അപ്പോൾ മൂസാ നബി പറഞ്ഞാണ്, ലാ തുആഖിദ്നി ബിമാ നസീതു, പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു പ്രകൃതം എനിക്കുള്ളതാണ്. അതുകൊണ്ട് മറന്നുപോയതിൻ്റെ പേരിൽ എനിക്കെതിരെ നടപടിയെടുക്കരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എന്നെ എത്തിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് വീണ്ടും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരം, അഡ്മിഷൻ കട്ട് ചെയ്യരുതെന്ന് ചുരുക്കം. അങ്ങനെ ഫന്തലഖ, വീണ്ടും അവർ യാത്ര തുടർന്നു. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു, വഴിയിലൊരു കുട്ടിയെ കണ്ടു. ഖിദ്ർ അലൈഹിസ്സലാം ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു, ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റ. മൂസാ നബിക്ക് പിന്നെ പിടിച്ച കിട്ടോ? ഒരു കുട്ടീനെ പിടിച്ച് കൊന്നുകളയാ, എന്നിട്ട് കണ്ടോണ്ടിരിക്കുക. അഖതൽത നഫ്സൻ സകിയതൻ, ഒരു വിശുദ്ധമായ ശരീരത്തിനെ നീ കൊന്നുകളയാണ്. എന്ത് പണിയെടുക്കുന്നത്? ബിഗൈരി നഫ്സിൻ, അന്യായമായ നിലയിൽ. ഒരാളെ കൊല്ലാൻ അനുവാദമുള്ളത് അയാൾ വേറൊരാളെ കൊന്നാലാണ്. അതാണ് ഇസ്ലാമികമായ ശരീഅത്തിന്റെ നിയമപ്രകാരം. ഒരാളെ കൊല്ലണമെങ്കിൽ അയാൾ വേറെ ആരെങ്കിലും അന്യായമായി കൊന്നിട്ടുണ്ടാകണം. ശരീരത്തിന് പകരമാണ് ശരീരം, ജീവന് പകരമേ ജീവൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ വേറൊരാളുടെ ജീവൻ അന്യായമായിട്ടെടുത്തു, അയാളുടെ ജീവൻ എടുക്കാൻ ഇസ്ലാമിക കോടതി വേണ്ടുന്ന നടപടികൾ ചെയ്യും. അതിനകത്ത് ഇസ്ലാമിക കോടതി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതൊക്കെ കോടതി ഇടപാടുകളാണ് കേട്ടോ, വ്യക്തിപരമായി നടത്തേണ്ടതല്ല. ഖിസാസുകൾ, ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഒക്കെ ഉണ്ട്. ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം ഇസ്ലാമിക ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ്, അല്ലാതെ വ്യക്തികൾ നടപ്പിലാക്കുക എന്നുള്ളതല്ല. ഈ ക്രിമിനൽ നിയമങ്ങൾ തന്നെ എന്തിനാണ്? ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിയമങ്ങൾ, അല്ലാതെ മനുഷ്യരോടുള്ള വിരോധത്തിൻ്റെ പേരുള്ളതാണ്. ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഒരാൾ വേറൊരാളെ കൊല്ലുമ്പോൾ ആ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ പോയി കൊന്ന ആളെ കൊല ചെയ്തു കഴിഞ്ഞാൽ പഴയ ജാഹിലിയത്തിൻ്റെ അവസ്ഥയാവും. അങ്ങോട്ട് അടുത്ത വീണ്ടും കൊലപാതകം, വീണ്ടും കൊലപാതകം, അടുത്ത ആൾക്കാർ ഇവരെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടാവും. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയല്ല, പ്രതിക്രിയകൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഒരു മൂന്നാമൻ, അധികാരമുള്ള ഒരു മൂന്നാമനാണ് പ്രതിക്രിയ ചെയ്യേണ്ടത്. ഒരു മനുഷ്യൻ വേറൊരാളെ കൊന്നാൽ അവിടെ പ്രതിക്രിയയിൽ ഇടപെടേണ്ടതൊരു മൂന്നാമനാണ്. എങ്ങനെയുള്ള മൂന്നാമനാണ്?
അധികാരമുള്ള മൂന്നാമൻ, നിയമം നടപ്പിലാക്കാനുള്ള അധികാരമുള്ള ഒരു സംഘമാണ് ചെയ്യേണ്ടത്, ഒരു വ്യക്തിയല്ല, ഒരു സംഘമാണ് ചെയ്യേണ്ടത്. അത് വിധിന്യായം നിർവഹിക്കാനുള്ള ജഡ്ജി ഉണ്ടാകും, ശിക്ഷ നടപ്പിലാക്കാനുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടാകും. ഈ ജഡ്ജിയെയും ശിക്ഷ നടപ്പിലാക്കപ്പെട്ടവരെയും എല്ലാം സംരക്ഷിക്കാൻ ശക്തിയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാവും. അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിയുടെ തീരുമാനപ്രകാരം നടപ്പിലാക്കേണ്ടതാണ് ക്രിമിനൽ ശിക്ഷാ നിയമങ്ങൾ എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വമാണ്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് ബിഗൈരി നഫ്സിൻ, ഒരു വ്യക്തിയെ കൊല്ലണമെങ്കിൽ അയാൾ വേറൊരാളെ കൊന്നയാളായിരിക്കണം. ഇത് അന്യായമായിട്ട് ഒരാളെ പിടിച്ച് കൊല്ലുക, ഇതെന്ത് പണിയാണ്? അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റ, നീ വളരെ ആക്ഷേപാർഹമായ കാര്യമാണ് ചെയ്തത്. ഇതൊന്നും കണ്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റില്ല. ക്ഷമിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞാലും ചെയ്യുന്ന പ്രവർത്തിക്കൊരു കണക്ക് വേണ്ടേ? ആക്ഷേപാർഹമായ കുറ്റകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഖിദർ അലൈഹി ഇസ്ലാം വീണ്ടും ചോദിച്ചു, ഖാല അലം അഖുല്ലക, മൂസ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ, നിനക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ എന്തിനാണ് കൂടെ കൂടിയത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ക്ഷമാപണം നടത്തുകയാണ്. അടുത്ത ക്ഷമാപണം, ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബിനി, ഇനി ഒന്നും കൂടെ ഞാനിത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൂടെ കൊണ്ട് നടക്കണ്ട, വിട്ടേക്ക്, എന്നെ പറഞ്ഞു വിട്ടേക്ക്. ഒരു ചാൻസ് കൂടെ തരണം, ഒരു ചാൻസ്. ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ, ഇനി ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഫലാ തുസാഹിബിനി, പിന്നെ നിങ്ങൾ എന്നെ കൂട്ടത്തിൽ കൊണ്ട് നടക്കണ്ട. ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ, എൻ്റെ വിഷയത്തിൽ താങ്കൾക്ക് ന്യായമായ കാരണങ്ങളുണ്ട്, എന്നെ പറഞ്ഞയക്കാൻ ന്യായമായ കാരണമുണ്ട്. ഇനിയും ഞാൻ ഈ വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ പറഞ്ഞുവിടാൻ ന്യായമായ കാരണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കിയേക്കും എന്ന് മഹാനായ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ്, ഈ സംഭവം ദീർഘമായി ഉദ്ധരിക്കുന്നുണ്ട്. വളരെ വിശദമായി ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, മൂസാ നബി അന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇനിയും എത്രയോ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിക്കാതിരുന്നത് കൊണ്ട് ഇങ്ങനെ കുറേ ഗുണപാഠത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് അധികം കിട്ടിയില്ല, ഇത്രയുമേ കിട്ടിയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫന്തലഖ, വീണ്ടും അവർ യാത്രയായി. ഹത്താ ഇദാ അതയ അഹ്ല ഖറിയത്തിൻ, അങ്ങനെ അവർ ഒരു ഗ്രാമത്തിലെത്തി. ഇസ്തതഅമ അഹ്ലഹ, ആ നാട്ടുകാരോട് കഴിക്കാൻ എന്തെങ്കിലും തരണം എന്ന് ആവശ്യപ്പെട്ടു. അന്നത്തെ കാലഘട്ടത്തിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം താമസിക്കാനുള്ള സൗകര്യവും അതുപോലെ ആഹാരത്തിൻ്റെ സൗകര്യങ്ങളുമൊക്കെ ആ നാട്ടുകാരാരെങ്കിലും കൊടുത്താലേ ഉള്ളൂ. ഇന്നത്തെ പോലെ ഹോട്ടലുകളോ താമസ സൗകര്യങ്ങളോ ആഹാര സംവിധാനങ്ങളോ ഒന്നുമില്ല. നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിറയെ ആഹാര സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ചോദിക്കേണ്ടുന്ന ഒരു ആവശ്യം വരില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നാട്ടുകാരെന്തെങ്കിലും കൊടുത്താലേ തിന്നാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിദർ അലൈഹി സ്വലാമും ആ നാട്ടുകാരോട് ആഹാരം എന്തെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിഥിയെ സൽക്കരിക്കുക എന്ന് പറയുന്നത് ബാധ്യതയാണ് ഓരോ നാട്ടുകാർക്കും. ഇപ്പം നമ്മുടെ പള്ളിയിൽ ഒരു വിദേശി വന്നു എന്ന് കണ്ടാൽ ആ വിദേശിയെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കൽ ബാധ്യതയാണ്. അന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, അന്നത്തെ അവസ്ഥയെക്കുറിച്ച്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ആഹാരം പുറത്തുനിന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല, താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. ആ നാട്ടുകാരെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യൻ പട്ടിണിയായി പോകും. അങ്ങനെ വിദേശികൾക്ക് ആഹാരം കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് ഒരാൾക്ക് ആഹാരം കിട്ടിയില്ല എങ്കിൽ ആ നാട്ടുകാരോട് അതിൻ്റെ പൈസ വാങ്ങാൻ പോലും അയാൾക്ക് അനുവാദം ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ നിലയിൽ കൂടിയുള്ള ഒരു പരസ്പര സഹകരണം വിദേശികളോട് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു നിലയ്ക്കാണ് ഇവിടെ ആഹാരം ചോദിക്കുന്നത്, അല്ലാതെ ഇതൊരു യാചനയായിട്ട് കാണേണ്ടതില്ല. ഒരു നിയമപ്രകാരം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുക്കേണ്ട ബാധ്യത നാട്ടുകാർക്കുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ആഹാരം കിട്ടാൻ ഒരു മാർഗവുമില്ല, അന്നത്തെ അവസ്ഥ അനുസരിച്ച് ഒരു മാർഗവുമില്ല. ആ ഒരു നിലയ്ക്കാണ് ഇസ്തതഅമ അഹ്ലഹ, ആ നാട്ടുകാരോട്
നമ്മൾ വിദേശികളാണ്, പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്തവരാണ്, അതിനുള്ളത് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഫഅബൗ അൻ യുദയ്യിഫൂഹും, ആരും ഫുഡ് കൊടുത്തില്ല. ആരും, ഇവർക്ക് രണ്ടുപേർക്ക്, ഒരു മനുഷ്യന്, നാട്ടുകാരും ഫുഡ് കൊടുത്തില്ല. ഫഅബൗ അൻ യുദയ്യിഫൂഹും. അങ്ങനെ ഇവർ വീണ്ടും ഇങ്ങനെ യാത്ര പോവാണ്. നല്ല വിശപ്പുണ്ട്, നാട്ടുകാർ ചോദിച്ചിട്ട് ഫുഡും കൊടുത്തിട്ടില്ല. ആ ഒരു കാര്യം മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് ഖിദ്ർ അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത്. ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖദ്ദ, ഒരു ഭിത്തി കണ്ടു അവിടെ, പൊളിഞ്ഞു വീഴാൻ പോകുന്ന, പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഭിത്തിയാണ്. ഖിദ്ർ എന്ത് ചെയ്തു? ഫഅഖാമഹു, ഖിദ്ർ അലൈഹിസ്സലാം ആ ഭിത്തി നന്നായിട്ട് പണിത് റെഡിയാക്കി അങ്ങ് വെച്ചു. അങ്ങനെ പൊളിഞ്ഞു വീഴാൻ, ആ നാട്ടിലെവിടെയോ ഏതോ, ആരുടേതെന്ന് തന്നെ അറിയില്ല, ആ നാട്ടിൽ പോയിട്ട് തിന്നാൻ ചോദിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാർക്ക് അവിടുത്തെ മതിൽ പണിത് കൊടുക്കുക. ആര്? ഖിദ്ർ അലൈഹിസ്സലാം. ഇത് എന്തൊരു പണിയാണിത്? വല്ല കാര്യമുണ്ടോ? ആ നാട്ടുകാർക്ക് ഭിത്തി പണിത് കൊടുക്കേണ്ട, മതിൽ പണിത് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖദ്ദ, പൊളിഞ്ഞു വീഴാനായി നിൽക്കുന്ന ഒരു ഭിത്തി അവർ കണ്ടു. ഫഅഖാമഹു, ഖിദ്ർ അലൈഹിസ്സലാം ആ ഭിത്തി എന്ന് നന്നായിട്ട് പണിത് റെഡിയാക്കി വെച്ചു. കാല, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലൗ ശിഅ്ത ലത്തഖദ്ത അലൈഹി അജ്റ. ഈ പ്രാവശ്യം നേരത്തെ പോലെ കടുത്ത വിമർശനങ്ങളൊന്നുമില്ല, ഒരു ന്യായമായ ചോദ്യം. എന്താ ന്യായമായ ചോദ്യം? ഒരു പൈസ വാങ്ങാറുന്നല്ലോ, ഇത്രയും പണിയെടുത്തല്ലേ. ഒരു നാട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന നമ്മൾ ഈ പട്ടിണിയിൽ നിന്നിട്ട് ഈ നാട്ടിലെ ഭിത്തി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു കൂലി വാങ്ങാമായിരുന്നല്ലോ നിങ്ങൾ. നേരത്തെ പോലെ കടുപ്പമൊന്നുമില്ല, വളരെ മയമുള്ള ഒരു ചോദ്യമാണ്. ലൗ ശിഅ്ത ലത്തഖദ്ത അലൈഹി അജ്റ, 4 രൂപ വാങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ പെടുകലായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പോൾ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനി, നമ്മൾ തമ്മിൽ പിരിയാൻ, നമുക്കിനി ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഹാദാ ഫിറാഖു ബൈനി വ ബൈനി, നമ്മൾ തമ്മിൽ പിരിയാനായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള വേർപാടാണ്. പക്ഷേ സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ, പക്ഷേ നിനക്ക് ക്ഷമയോടുകൂടി എൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയാതെ പോയ 2-3 സംഭവങ്ങളുണ്ടായല്ലോ, ആ സംഭവങ്ങൾ എന്താണ് എന്ന് ഞാൻ നിനക്കൊന്ന് വിശദീകരിച്ച് തരാം എന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിദ്ർ അലൈഹിസ്സലാം പറയാണ്. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക് സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ. എന്നിട്ട് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം വിശദീകരിക്കാൻ തുടങ്ങി. അമ്മ സഫീനത്തു, കപ്പലിൻ്റെ കാര്യം പറയാം. ഫകാനത്തിൽ മസാക്കീന, അത് കുറച്ച് സാധുക്കളുടെ കപ്പലാണ്. യഅമലൂന ഫിൽ ബഹർ, കടലിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഈ കപ്പലിൽ നിന്ന് ഒരു പലക പറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ഒരു പലക പറിച്ചു കളഞ്ഞിട്ടേ ഉള്ളൂ. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരെണ്ണം എടുക്കുന്നത് കണ്ടപ്പോഴേ ഫുള്ള് പൊളിക്കാനുള്ള വിചാരത്തിലാണ് ചാടി കയറി പ്രതികരിച്ചത്. മനസ്സിലായിട്ടില്ല? ഖിദ്ർ അലൈഹി സ്വലാം ഒരൊറ്റ പലക എടുത്തു നിർത്തി. ആ ഒരു പലക പോയതിൻ്റെ പേരിൽ കപ്പലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു പലക ഇളകി കിടക്കുന്നുള്ളൂ. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് ഇളക്കുന്ന കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ബാക്കിയുള്ളതെല്ലാം മൊത്തത്തിലങ്ങ് വായിച്ചെടുത്തു. ഇത് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുത്ത് ഒന്നായിട്ട് പല പീസുകളാക്കി കടലിൽ കൂടെ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള വിചാരത്തിൽ ആണ് പെട്ടെന്ന് കയറി ഇടപെട്ടത്. ഒരൊറ്റ പലകയാണ് പറിച്ചത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ആ പലക പറിച്ചു കളഞ്ഞ എന്താണെന്നറിയാം, അല്ലെ മസാക്കീന യഅമലൂന ഫിൽ ബഹർ, കടലിൽ പണിയെടുക്കുന്ന പാവങ്ങളുടെ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സാധുക്കൾ, ദരിദ്രവാസികളുടേതാണ് ആ കപ്പൽ. ആകെ അവരുടെ കയ്യിൽ ആ ഒരു കപ്പലേ ഉള്ളൂ. അതുകൊണ്ട് മത്സ്യബന്ധനം നടത്തി അഥവാ കുറച്ച് മീനൊക്കെ പിടിച്ച് അതിനെക്കൊണ്ട് അവർ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ആ കപ്പലെങ്ങാൻ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതോപാധി പൂർണ്ണമായും അടഞ്ഞു പോകും. പിന്നെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരാളുടെ കാര്യമല്ല, ലി മസാഖീന, ഒരു സംഘത്തിൻ്റെതാണത്. കുറേ ആൾക്കാരുടെ ജീവിതോപാധിയാണ് ആ കപ്പൽ. അതവർക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പണിയാണ് ഞാൻ ചെയ്തത് എന്ന് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കണം. അമ്മ സഫീനത്തു, ആ സഫീനത്ത് കാനത്തിൽ മസാഖീൻ, കുറച്ച് പാവങ്ങളുടേതായിരുന്നു. യഅമലൂന ഫിൽ ബഹർ,
കടലിൽ ജോലിയെടുക്കുന്ന, കടൽ കൊണ്ട് ജീവിച്ചു പോകുന്ന പാവങ്ങളുടെ കുറച്ച് ഈ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആൾക്കാർ. ഫഅറത്തു അൻ അഈബഹ, അതിനൊരു തകരാറുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. കാണാനുള്ള അതിൻ്റെ ഒരു ഭംഗി അതില്ലാതാക്കാൻ ഞാൻ വിചാരിച്ചു. വകാന വറാഅഹും മലിക്കുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, കാരണം ഈ ആൾക്കാർ യാത്ര ചെയ്ത് പോകുന്ന, മുമ്പോട്ട് പോകുന്ന വഴിയിൽ അക്രമിയായ ഒരു വ്യക്തിയുണ്ട്. അയാൾ കപ്പലുകളെ കവർന്നെടുക്കും. കപ്പലിൽ കവർച്ച നടക്കുന്ന ആളാണ്. വകാന വറാഅഹും മലിക്കുൻ, ഒരു രാജാവുണ്ട് ഇവരുടെ വഴിയിൽ, ഇവർ സഞ്ചരിക്കുന്ന വഴിയിൽ. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇവർ സഞ്ചരിക്കുന്ന പോകുന്ന വഴിയിൽ തുടർന്ന് ഇവർക്ക് വരാനുള്ള സംഗതികളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും അവിടെയുള്ള ഈ രാജാവിൻ്റെ കണ്ണിൽ ഈ കപ്പൽ പെട്ടുകഴിഞ്ഞാൽ നല്ല കപ്പലാണ്. നല്ല കപ്പലാകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതേസമയത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു സാധനം, ഒരു നമ്മുടെ പഴയ കാലത്തെ KSRTC വരുന്നതെങ്കിലോ അതിനകത്തൊന്നും കാണില്ല, അത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടും. അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതൊരു പാട്ടയാണ് വരുന്നത്. അതിൻ്റെ ഒരു 4 പലക തറച്ച് വെക്കാനുള്ള ആണി വാങ്ങാൻ പോലും ഗതിയില്ലാത്ത ആ കപ്പലിനകത്ത് എന്തുണ്ടാകാൻ, അതിനകത്തൊന്നും കാണില്ല. അതുകൊണ്ട് അത് പൊയ്ക്കോട്ടെ, അടുത്ത കപ്പൽ നോക്കാം. വെറുതെ നമ്മൾ കടലിലൂടെ ഒരു യാത്രയും നടത്തി പണിയെടുത്തിട്ട് അവസാനം കയറി നോക്കുമ്പോൾ 4 ചാളയെ ഉള്ളെങ്കിൽ എന്താ അതിന് കാര്യം? അതുകൊണ്ട് അങ്ങനെ ഈ രാജാവിൻ്റെ അക്രമത്തിൽ നിന്നും അയാളുടെ കൊള്ളയിൽ നിന്നും ഈ കപ്പൽ രക്ഷപ്പെടണമെങ്കിൽ ഈ കപ്പലൊരു മിസ്കീൻ കപ്പലായിട്ട് അയാൾക്ക് മനസ്സിലാക്കണം. എന്തെങ്കിലും നല്ല നിലയിലുള്ള ഒരു കപ്പലാണെങ്കിൽ ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചിലപ്പോൾ ആ മിസ്കീന്മാരും കൊല ചെയ്യപ്പെടും. അവർക്ക് ആ കപ്പൽ നഷ്ടപ്പെടുകയും ചെയ്യും. കപ്പലുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകും. ആ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാനത് ചെയ്തത്, ജീവൻ എടുക്കാനല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമിൻ്റെ പ്രവൃത്തിയുടെ തുടക്കം കണ്ടപ്പോൾ കൊല്ലാനാണെന്ന് വിചാരിച്ചു. ഖിദ്ർ അലൈഹിസ്സലാം പറയുന്നത് ഞാൻ കൊല്ലാനല്ല ചെയ്തത്, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പ്രവൃത്തി രണ്ടിൻ്റെയും പ്രവൃത്തി, അതിൻ്റെ ലക്ഷ്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്താണോ ഖിദ്ർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചത്, അതിൻ്റെ പരിസരത്തുകൂടെ പോലും പോകാൻ മൂസാ നബിക്ക് കഴിഞ്ഞില്ല. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിൽ ചിന്തിച്ച ആ ചിന്ത, അതിൻ്റെ ഒരു ചെറിയ ഒരു ലാഞ്ചന പോലും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയില്ല. മൂസാ അലൈഹിസ്സലാം നേരെ എതിരാണ് ചിന്തിച്ചത്. നേരെ എതിര് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രതികരണം ന്യായമാണോ? അല്ലേ? പ്രതികരണം ന്യായമാണോ? അല്ലേ? ആണല്ലോ. ഒരു വസ്തു നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യായമല്ലേ? അതിനെതിരെ പ്രതികരിക്കണ്ടേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ മൂസാ നബിയുടെ പ്രതികരണം ന്യായമാണ്, മൂസാ നബിയുടെ പക്ഷം ശരിയുമാണ്. പക്ഷേ നേരത്തെ തന്നെ പറഞ്ഞ ഉപദേശം മൂസാ നബി മറന്നുപോയി എന്നത് മാത്രമേ അവിടെ മൂസാ നബിയുടെ ഭാഗത്ത് നിന്ന് വന്ന സംഭവമുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരീഅത്തിൻ്റെ പ്രവാചകനാണ്. ശരീഅത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി പഠിപ്പിക്കുകയും അത് കൃത്യമായി പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ അന്യായം കാണുമ്പോൾ ഇടപെടേണ്ടുന്ന പ്രവാചകനാണ്. അന്യായം ചെയ്യുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയേണ്ട ബാധ്യതയുള്ള പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബിയുടെ കയ്യിലുള്ള അറിവ് അതാണ്. അപ്പോൾ മൂസാ നബിയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ആ പ്രതികരണത്തിൽ അങ്ങനെ ഒരു ന്യായമുണ്ട്. മൂസാ നബി അവിടെ പ്രതികരിക്കേണ്ടുന്ന വ്യക്തിയുമാണ്. പക്ഷേ നേരത്തെ ഒരു ഉപദേശം കൊടുത്തിരുന്നു, ഞാൻ ചെയ്യുന്ന വാക്കുകളുടെ പൊരുൾ മൂസ നിനക്ക് മനസ്സിലാകില്ല, നിനക്ക് മനസ്സിലാകാത്ത പൊരുൾ മനസ്സിലാകാത്ത പ്രവൃത്തിയിലൂടെയായിരിക്കും ഞാൻ നീങ്ങുക എന്ന ആ പോയിന്റ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറന്നുപോയി. ഇവിടെ ഒരാൾ ചെയ്ത ഒരു കാര്യം, വിമർശിച്ച ആളുടെ വിമർശനം, രണ്ടും ഒരേ ലക്ഷ്യത്തിൽ, ചെയ്തത് രക്ഷിക്കാൻ,
വിമർശിച്ചത് രക്ഷിക്കാൻ. ഈ കടലിൽ ഈ കപ്പൽ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കപ്പൽ പൊളിച്ചു. കപ്പൽ പൊളിച്ചാൽ കപ്പൽ യാത്രക്കാർ മുങ്ങി നശിക്കുമെന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വിരുദ്ധമായ രണ്ട് കാഴ്ചപ്പാടുകൾ ആണ് ഇവിടെ ഉണ്ടായത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖിദ്ർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല സംഭവം. ഈ കപ്പൽ യാത്ര, കപ്പൽ സുരക്ഷിതമായ കപ്പലാണെങ്കിൽ അത് ആക്രമിക്കപ്പെടും, അതിലുള്ള സ്വത്തുകൾ അപഹരിക്കപ്പെടും, ആ കപ്പലും അപഹരിക്കപ്പെടും, ആ കപ്പലുള്ള ആൾക്കാരും ചിലപ്പോൾ കൊല ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കി രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പഠിക്കാൻ, അറിവ് ഒരു പുണ്യകർമ്മമാണ് എന്ന് മനസ്സിലാക്കി തന്നെ അറിവ് പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന